കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറേ കോമൺ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഡൗട്ടൊന്നുമല്ല, ഈ പറഞ്ഞ പുതുതായിട്ടൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ ഡൗട്ടാണ്. ഈ പറഞ്ഞ ഫോൺ എത്ര മണിക്കൂർ ചാർജ് ചെയ്ത് വെക്കണം, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞാൽ കയ്യെ കിട്ടി ആ പാക്കറ്റിൽ നിന്ന് അങ്ങോട്ട് അൺബോക്സ് ചെയ്ത് ഫോൺ കയ്യിലോട്ട് എടുത്തപ്പോൾ ഓൾറെഡി അതിനകത്തൊരു 40% ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാർജിൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട് ഈ പറഞ്ഞ പോലെ പുതുതായിട്ട് ഫോൺ എടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. എന്നാൽ കുറച്ച് മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രായം ചെന്ന കുറച്ച് ആൾക്കാർ പറയും ഈ പറഞ്ഞ പോലെ ഫോൺ 8 മണിക്കൂർ 10 മണിക്കൂർ ചാർജ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ തീർക്കാം. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ് ചെയ്താൽ മാത്രം പോലെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും നിങ്ങളുടെ എന്ത് സജഷൻസ് ആണെങ്കിലും നിങ്ങളത് കമൻറ്റ് ലിസ്റ്റിൽ പറയാൻ നോക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സംഭവം ഈ പറഞ്ഞ പോലെ പുതുതായിട്ടൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ 10 മണിക്കൂറോ അല്ലെങ്കിൽ 15 മണിക്കൂറോ ഒന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോൺ കയ്യിലോട്ട് എടുക്കുമ്പോൾ എത്ര ശതമാനം ചാർജ് ഉണ്ടോ കുത്തി വെച്ച് അത് 100% ആക്കി അല്ലെങ്കിൽ ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ 8-10 മണിക്കൂർ എന്നുള്ള ഒരു സംസാരം വന്നത്? അത് ശരിയായിട്ടുണ്ടായിരുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഒരു ലിഥിയം പോളിമർ, നമ്മളിപ്പോഴത്തേക്ക് മൊബൈലിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം പോളിമറാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി വരുന്നതിന് മുമ്പ് ഇരുന്നത് നിക്കൽ കാഡ്മിയം ആയിരുന്നു. അപ്പം ആ ഒരു ബാറ്ററിക്കകത്ത് ഈ പറയുന്ന പോലെ 8 മണിക്കൂറും 10 മണിക്കൂറും ഫസ്റ്റ് ചാർജ് ചെയ്താലേ ബാറ്ററി കാലിബ്രേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കത്തോളായിരുന്നു. കാരണം ആ ഇറക്കിയിരുന്ന ടൈമിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ബാറ്ററിക്കകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരുന്ന ഒരു രീതി അങ്ങനെയായിരുന്നു. അതിനൊരു മെമ്മറി എഫക്റ്റ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇത്രയും മണിക്കൂർ ചാർജ് ചെയ്ത് ബാറ്ററി കാലിബ്രേഷനൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഓക്കെ ആവത്തോളുന്ന ഒരു രീതിയായിരുന്നു അന്നത്തെ ഫോണിലും അന്നത്തെ ഒരു ടെക്നോളജി. ഇന്ന് കുറേ അഡ്വാൻസ്ഡ് ആയി. ഈ പറയുന്ന പോലെ ഇന്നത്തെ ഈ പറഞ്ഞ ലിഥിയം പോളിമർ ബാറ്ററിക്ക് ഈ പറഞ്ഞ ഇല്ലെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററിക്ക് ഈ പറഞ്ഞ മെമ്മറി എഫക്റ്റ് എന്ന് പറയുന്നൊരു സാധനമില്ല. അപ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും ചാർജ് ചെയ്യും, എപ്പം വേണമെങ്കിലും ഊരി മാറ്റാം, അതിനൊന്നും പ്രശ്നം. പിന്നെ ഉള്ളൊരു കോമൺ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോൺ അൺബോക്സ് ചെയ്തെടുത്തപ്പം നിങ്ങളുടെ ഫോണിനകത്ത് ഒരു 50% അല്ലെങ്കിൽ 60% ചാർജ് ഓൾറെഡി ഉണ്ട്. ആ ഒരു ചാർജിൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആ കിട്ടിയ ഫോൺ ഉപയോഗിച്ച് 0% ആക്കിയാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആ ഫോൺ ഉപയോഗിച്ചൊരു 10-20% യൂസ് ചെയ്ത് തീർത്തിട്ടാണ് ചാർജ് ചെയ്യാൻ വെക്കുന്നതെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നവും ഇപ്പം മേടിക്കുന്ന ഫോണുകൾക്കില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഈ പറയുന്ന പോലെ 8 മണിക്കൂർ 10 മണിക്കൂർ, അതും ഈ ലിഥിയം പോളിമർ എന്ന് പറയുന്ന ബാറ്ററി. പിന്നെ ഉള്ളൊരു ഡൗട്ടുണ്ട് എല്ലാവർക്കും, ഈ പറയുന്ന പോലെ ഫോൺ രാത്രി ഉറങ്ങാൻ നേരം കുത്തി വെച്ചിട്ട് രാവിലെ വരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറിച്ച് പോകും അല്ലെങ്കിൽ ബാറ്ററിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറയുന്നൊരു ഡൗട്ട് വേറെണ്ണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് 100% ചാർജ് ആയി, അത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സർക്യൂട്ട് അവിടെ കട്ട് ചെയ്യും. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി തന്നെ ആ ഒരു സർക്യൂട്ട് കട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുത്തിയിട്ടിരിക്കുന്നതിനകത്ത് സപ്ലൈക്കകത്ത് കറണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് കയറില്ല. അപ്പോൾ നിങ്ങളിനി 100% ആയി കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ ഫോൺ അങ്ങനെ കുത്തിയിട്ടിരുന്നാലും ഈ പറഞ്ഞ പോലെ ഒരു എഫക്റ്റും ഇല്ല. ആ സർക്യൂട്ട് അവിടെ കട്ടാവും. അതിപ്പോഴത്തെ ഇറങ്ങുന്ന എല്ലാ ഫോണുക്കും അങ്ങനെ തന്നെയാണ് സംഭവം. ആ ഒരു ടെക്നോളജിയിലാണ് ഇപ്പോഴത്തെ ഫോണൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർക്കുള്ള വേറെ സംശയമാണ് ഈ പറയുന്ന പോലെ ഫോണ് നമുക്ക് എത്ര നാൾ അതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ബാറ്ററി ഇത്ര ഈ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റിൽ തന്നെ എത്ര നാൾ കൊണ്ടുപോകാന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓരോ ഫോണിനും ഓരോരോ കപ്പാസിറ്റി കാണും ബാറ്ററിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈക്കിൾസ് ഓഫ് രീതിയിൽ കപ്പാസിറ്റി കാണും. ചില ഫോണുകൾക്കൊക്കെ ഈ പറയുന്ന പോലെ ചില ബാറ്ററിക്ക് 1000 സൈക്കിളൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടപ്പളവും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 4000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നൊരു ഫോൺ വാങ്ങിയിരിക്കട്ടെ. ഒരു വർഷം കഴിയുമ്പം പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4000 mAh ആ ഒരു പവർ കിട്ടില്ല. നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3800 അല്ലെങ്കിൽ ഒരു 3500 mAh ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് പിന്നെ കിട്ടത്തുള്ളൂ. അത് പിന്നെ വർഷങ്ങൾ അങ്ങോട്ട് കഴിയുന്നവരും ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇപ്പം മേടിച്ച സമയത്ത് ഇപ്പോൾ ഒരു 6 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ 4 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫുൾ ചാർജിൽ നിന്ന് 0 വരെ. പിന്നെ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100% to 0 എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫോൺ 0% ആവും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അവരെല്ലാം 1.5 വർഷം കൂടുമ്പോഴും ഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ കുറേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ടുണ്ട്, ഈ ലിഥിയം പോളിമർ ബാറ്ററീസ് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസിനകത്ത് ഈ പറയുന്ന പോലെ 0% വരെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആക്കിയിട്ട് ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട്.
സംഭവം ഉള്ളത് തന്നെയാണ്, പ്രശ്നം കാണും. കാരണം നിങ്ങളുടെ ബാറ്ററി ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇപ്പം പറയുന്നതും ഇല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾക്കിപ്പം നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററി അവർ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് മാക്സിമം പാർഷ്യലി ഡിസ്ചാർജിൽ വെക്കുക, ഡീപ്പ് ഡിസ്ചാർജിലേക്ക് കൊണ്ടുപോകരുത്. ഒരു പാർഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40% 20% റേഞ്ചിൽ ചാർജ് നിർത്താൻ നോക്കുക. ഒരു 0% 1% വരെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആക്കിയിട്ട് ചാർജ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം ഒരു നല്ല ചാർജിങ് കപ്പാസിറ്റി, പക്ഷേ ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ പറയുന്ന പോലെ ഫോൺ ഒരു 25% ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ചാർജ് ചെയ്യാൻ നോക്കും. പിന്നെ ഉള്ളൊരു വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് കൂടെ ചാർജ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നല്ലേ? ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഇപ്പം 50% ആയിക്കഴിഞ്ഞിട്ട് കുത്തിയിട്ട് ചാർജ് ചെയ്യണോ? ചാർജ് ചെയ്യാം, 100 ആക്കാം, ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന പോലെ 60% ആയിട്ട് ചാർജ് ചെയ്താൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം 4-5 പ്രാവശ്യം ഫോൺ കുത്തിയിട്ട് ചാർജ് ചെയ്താലും അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ക്വൈറ്റ് ഫൈൻ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവേ പുതിയതായിട്ട് ഫോൺ മേടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ ഡൗട്ട്സൊക്കെ തന്നെയാണ്. എനിക്കും ഉണ്ടായിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം കണ്ട ആൾക്കാർ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് സജഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനിയും വലിയ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും സബ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സൈനിങ് ഓഫ്, ബൈ.